ആവേശമുണ്ട്. കഴിച്ചു നോക്കി അറിഞ്ഞൂടെ ബന്ധാണോ പച്ചയാണോ? അതല്ല, സംസ്ഥാന ഒട്ടാകെ ഇന്ന് ബന്ധാണ്. എന്ത് കാര്യം? ഞങ്ങൾ പരം ചോദിക്കാതിരിക്കല്ലേ? നിങ്ങൾ ആരടുത്ത് പകരം ചോദിക്കുന്നു? നീ ഒരു ഇന്ത്യക്കാരനല്ലേ, നിനക്കൊന്നും അറിഞ്ഞിട്ട് മനസ്സിലായില്ലേ? അല്ല, ബന്ധം മനസ്സിലായി. എന്തിനാണ് ബന്ധം എന്നാണ് ചോദിച്ചത്. വേൾഡ് കപ്പില് ഇന്ത്യയെ തറ പറ്റിച്ച അവരോട് നമ്മളെ എതിർക്കുകയാണ്. ആരെ എതിർക്കുന്നു? അവരെ നമ്മൾ പകരം ചോദിക്കുകയാണ്. ആരോട് പകരം ചോദിക്കുന്നു? അവരോട് ബംഗ്ലാദേശ് മുർദാബാദ്, ശ്രീലങ്ക മുർദാബാദ്. ഏത് പാർട്ടിയാ? ബന്ധു നടത്തിയതാ? ബന്ധു നടത്താൻ പാർട്ടി വല്ലതും വേണോടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യക്കാര് തോറ്റ് അതിന് ഞങ്ങളെന്ത് മേടിച്ചു? അപ്പൊ നീ ഒന്നും ഇന്ത്യക്കാരനല്ലേ? ഇന്ത്യക്കാരനാണ്. അതുകൊണ്ടൊന്നും ഞാൻ ഇനി വേറെ രാജ്യത്തിട്ട് പോകണം. ഇന്ത്യയിലെ ടീം അംഗങ്ങൾ നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ കളി ജയിക്കുമായിരുന്നല്ലേ? ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ കളിക്കാരെ കുറിച്ച് മാത്രം പറയരുത്, അതെനിക്ക് ഇഷ്ടപ്പെടില്ല. ഇന്ത്യ കളിക്കാർ ഈ നീർന്ന ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിന്റെ ഇടയിൽ വേണം യുവമാർക്ക് കളിക്കാൻ. എന്ത് ബുദ്ധിമുട്ടെന്നാ നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ യുവമാര് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നു, ഇതിന്റെ ഇടയിൽ പരസ്യത്തിൽ അഭിനയിക്കാൻ പോണം. വേണോ? വേണ്ടേ? പിന്നെ വാതുവെപ്പുകാരോട്ട് ചർച്ച നടത്തും. അത് വേണം, അതെന്തായാലും വേണം. വേണം. ഒരു കളിക്കാരനാണെങ്കിൽ വാത് വെച്ചിരിക്കണം. പിന്നെ സിനിമാക്കാരൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നടന്മാരെ, യുവമാരോട്ടൊന്ന് ചുറ്റിക്കറങ്ങാൻ കിട്ടുന്ന അവസരം. ഇലയുടെ കൂടെ പോകും, മറ്റേ സിനിമാക്കാരുടെ കൂടെ അവരുടെ ഓരോ കിട്ടുന്നതിനനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. മറ്റേ പിന്നെ ഓരോരുത്തരും ഹോട്ടൽ പണി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ കളിയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ജോലി ഹോട്ടലൊക്കെ ആയിരിക്കും. ഹോട്ടലല്ലേ, അവിടെ പോണം. പിന്നെ പരസ്യം എന്തായാലും വേണമല്ലോ. അല്ലാതെ തന്നെ വിദേശ ട്രിപ്പുകൾ കിട്ടും. ഈ ട്രിപ്പിന്റെ ഇടയില് മൊത്തം ഫാമിലി ആയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ഈ പിന്നെ എന്തായാലും ഫാമിലി ആയിട്ട് പോകുന്നതാണ്. അവിടെ ചെല്ലുമ്പോ എന്തായാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പെണ്ണുമ്പിളെ വിളിച്ച് പറയാം, ചേട്ടാ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് വാട്ടർ തീം പാർക്കിൽ ഒന്ന് പോയാലോ? പ്രാക്ടീസിന്റെ സമയത്ത് അവർക്ക് ഭാര്യ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ വിദേശ രാജ്യത്ത് ഇതിന്റെ എവിടെയും എപ്പോഴേ കളിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളിടയിൽ അവർ ഇച്ചിരി നേരം പോയി കളിക്കാം. അവര് മനുഷ്യരല്ലേടെ. ഇതിന്റെ ഇടയിൽ ഈ ഇന്ത്യക്കാരെ മൃഗീയമായി പരാജയപ്പെടുത്തി അവരോട് നമ്മൾ പകരം ചോദിക്കണ്ടേ? ആ ബംഗ്ലാദേശിനോടും ശ്രീലങ്കക്കാരോടും അവർക്കെതിരെ സൈനിക നടപടി ഇടയ്ക്കുള്ളതാണ് എന്റെ അഭിപ്രായം. സൈനിക നടപടി എടുക്കണം. അത് കൊള്ളാം കേട്ടോ, ബെസ്റ്റ് ഐഡിയ. അപ്പൊ ഞാൻ ഒരു കാര്യം, ഒരു ചായ അങ്ങ് എടുക്കാം. എന്റെ പറ്റി ചായ ഇല്ല, ഞാൻ വെറുതെ ആവേശത്തിന് പറഞ്ഞേ ഉള്ളൂ. എന്താണ് എന്നെ ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ ഇടയ്ക്ക് അതൊരു കളി ജയിച്ചില്ലേ? ജയിച്ചില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ? ഇതൊക്കെയാണ് വേറെ രസം. എന്റെ മോനെ തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു രാഷ്ട്രീയക്കാരനാക്കണമെന്നാണല്ലോ എന്റെ ആഗ്രഹം. അച്ഛന്റെ പാത പിന്തുടരണമല്ലോ. പക്ഷെ അവന്റെ പോക്ക് കണ്ടിട്ട് അവൻ മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുമെന്നാണ് നിങ്ങളുടെ മോന് 10 വയസ്സല്ലേ ആയുള്ളൂ. 10 വയസ്സായെങ്കിൽ എന്ത്? എടാ, അവൻ ക്രീസിൽ ഇറങ്ങുന്നില്ല. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ബാറ്റും വെച്ചോണ്ട് ഒരേ നിപ്പ്, എത്ര വിളിച്ചാലും വരൂല. അവസാനം ഞാൻ ഒരു 100 രൂപ എടുത്ത് പൊക്കി കാണിച്ചു കൊടുത്ത് ഔട്ടായി പോന്നില്ലേ. വരവ് കാരണം നിരാശയോടുകൂടി എന്തോരു ഭാവമുനിയം, ഭയങ്കര ഭാവമുനിയം തള്ളിക്കളഞ്ഞില്ലേ. സത്യം പറഞ്ഞ ബെച്ചൻ പോട്ട് നമ്മളെ സച്ചിൻ പോലും തോറ്റു. സച്ചിനെ കൂടെ എന്തിനാണ് താരതമ്യം ചെയ്യുന്നത്? ബെച്ചൻ സിനിമയിൽ അഭിനയിക്കുന്നു, സച്ചിൻ ഗ്രൗണ്ടിലെ കളിയിൽ അഭിനയിക്കുന്നു. പിന്നെ യുവന്റെ ഭക്ഷണം, ഇവൻ ചോറും മീൻകറിയും ഒന്നും കഴിക്കൂല. ഇപ്പൊ കഴിക്കണതെല്ലാം പെപ്സി, കോള, ഇതൊക്കെയാണ് കഴിപ്പ്. ബൂസ്റ്റ് എടുത്ത് കഴിക്കണ കഴിപ്പ് കാരണം ഞാൻ ഇവരെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ കൊണ്ടുപോയി കേട്ടോ. ഇവന് ഒരു കോള ഇങ്ങനെ ഇരിക്കണുണ്ട്. ഇതിനാണ്ട് ഇവ എടുത്തു വെച്ച് കുടിച്ചിട്ട് വെച്ച വെപ്പ് കാണണം. ഇന്ത്യക്കാരനാ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഈ ലക്ഷണം വെച്ച് നോക്കുമ്പോ എന്തായിരുന്നാലും ക്രിക്കറ്റ് കളിക്കാരനായി പോകും. അതുപോലെ നമ്മുടെ കീഴവട്ടിൽ മറ്റേ സുഗുണന്റെ മോൻ, അവൻ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് അത് കളിക്കാരന്റെ ലക്ഷണമല്ല, അത് ഭ്രാന്തിന്റെ ലക്ഷണമാണ്. രാജ്യത്തിന്റെ പേരാണ്. ഇതാണ് കളി, ഇതാണ് സ്പോർട്സ്. അച്ഛന് നല്ല എക്സ്പീരിയൻസ് ആണ്, തീർച്ചയായിട്ടും മോനും അത് തന്നെയാവും.
ഓംലെറ്റിന് ഇത്തിരി സമയം എടുക്കും. സമയം എടുക്കും. എടുക്കും. തീ കത്തിച്ച് കല്ല് ചൂടാണ്. കല്ല് ചൂടിയ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഉണ്ടാക്കാൻ അറിയണം. അതൊക്കെ അങ്ങനെ ഉണ്ട്. ഇവിടെ എന്തിനാ ഒരു നാറ്റം? കതറായിരിക്കും. എന്റെ സ്വഭാവം മാറ്റില്ല കേട്ടോ. അതിനും എടുത്ത് വായിലിട്ടാ 3 രൂപ 20 മണിയാ 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 ഓടിരുന്നു മുട്ടക്കറി ഇതാരടുത്ത് തലേ കയറ്റിയത്? ഞാൻ പറഞ്ഞതാണ്, മാറിക്കൊണ്ടെടുത്ത് പോയതാണ്. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ട് തോറ്റി തൊട്ട് കളിക്കരുത്. ഇല്ല, ഞാൻ ഇത് പറയാത്ത ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് ആര് ഞാൻ ഇവിടെ ഒന്നും എന്റെ പൊന്നാശാനെ ഇത് വെച്ചോണ്ട് ഞാൻ മന്ത്രിക്ക് അങ്ങനെ സൽകൂട്ട് കൊടുത്തെങ്കിൽ ജോലി പോകത്തില്ല. നിങ്ങളുടെ ജോലി വന്നല്ലേ എന്റെ തൊപ്പി പോകത്തില്ലേ? പ്രശ്നം. ആവേശം പിന്നീട് ഒരു വട അല്ലേ? അപ്പൊ അവിടെ ഒരു മുട്ടായി എടുത്തല്ലേ? ഇവിടെ ഒരു മുട്ടായി. ഇവിടെ പോയി എന്റെ തൊപ്പി ഇവിടെ എവിടെയുണ്ട്? എവിടെയുണ്ട്? എന്റെ തൊപ്പി ഇവിടെ എവിടെയുണ്ടെന്ന് മര്യാദ കണ്ട് തൊപ്പി എടുത്ത് തരണം. ഇത് എവിടെ ഇരുന്നു? അവിടെ എന്റെ തൊപ്പിയുണ്ട്. എന്റെ തൊപ്പി എവിടെയെന്ന് അത് ശരി. എന്റെ തൊപ്പിക്കാരാണോ നിന്റെ വട എടുത്ത് വിട്ടേക്കുന്നത്? കൈവാക്കിന് പാത്രം കിട്ടാത്തോണ്ട് പെട്ടെന്ന് എടുത്ത് വെച്ചാണ്. ഇടാൻ കിട്ടിയ പാത്രം കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തോ നാറുന്നു. ഇതായിരുന്നു. ഇതിനകത്ത് വട വല്ലതും ഉണ്ടോ? വടയല്ല കൊട ഇരിക്കുന്നില്ലേ? 6 വട വേസ്റ്റ് ആയി. ആർക്കെങ്കിലും കൊടുക്കാ അച്ഛനെ. എന്നിട്ട് വേണം അവൻ എന്റെ മുഖത്ത് കാറി തുപ്പാൻ. അതാ ഇത് തലയിനകത്ത് എന്തിനാ തല അതിനകത്തോട്ട് കയറ്റിയ? അല്ല ഇതിനെ തൊപ്പി ഉണ്ടോ നോക്കി. തുപ്പി വെക്കാൻ പോയാ? ഈ തൊപ്പിയാണ് ഇതിനകത്ത്. ഓ ഇത് ഇതിലൂടെ ഇരിക്കുകയായിരുന്നു. അടിയാൻ പറ്റില്ല. ഒന്നുമില്ല. എലിവേഷം കലക്കി വെച്ചിരിക്കുക. എലിവേഷം നിന്ന് പന്നിയലി എത്തുന്നു. അതെ, മച്ചാനല്ലേ വരുന്നത്? ആശ പെണ്ണിട്ടുണ്ടോ? എന്റെ അളിയൻ മച്ചാനല്ല, എടാ മച്ചാൻ വർഗീസ്. നമസ്കാരം. സുകുമാരവിലാസത്തിലെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇരിക്കണം. ഇത് PKM, ഇത് മണി, അത് വാസു സാറ്. എല്ലാവരും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതന്നെ. എങ്ങനെ പോകും? ഇവിടെ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ കയറിയതാ. സന്തോഷമായി. ട്രെയിനിന് വന്നു. പിന്നെ ട്രെയിൻ എന്താ കുഴപ്പം? അല്ല അപ്പൊ വഴിതടയൽ പ്രശ്നം. ഇദ്ദേഹം വഴിതടയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിന്? അന്നും അറിഞ്ഞില്ലേ? ഇല്ലില്ല. ഇന്ന് ബന്ധാണല്ലോ. ഇന്ന് ബന്ധാണ്. കേരളം ഒട്ടാകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയല്ലേ? ഞാൻ അറിഞ്ഞില്ലോ. അറിഞ്ഞില്ല. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല, പുള്ളി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇങ്ങനെ മാത്രം അറിഞ്ഞു. വടയും കൂടെ കുറേ ഇവിടെ വേണ്ട. അപ്പോഴേ ഇന്നത്തെ ബന്ധത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ക്രിക്കറ്റ് കളി ഉണ്ടല്ലോ. ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടല്ലോ. അതിനെ ബന്ധ് പരാജയപ്പെടുത്തവരെ വിടരുത്. അതിനെതിരെ ബന്ധാണ് ഞങ്ങൾ. അതാണ്. കളി കാണാറുണ്ടോ? കളി ഇന്ത്യ തോറ്റിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. കാണരുത്. ഇന്ത്യ കൈകൊട്. അതുകൊണ്ടല്ല, സന്തോഷം കൊണ്ടല്ല കാണാൻ. ഞാൻ ചോദിച്ചോ എന്തോ കാരണം. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു സന്തോഷമായിരുന്നു, ഇപ്പൊ സങ്കടമുണ്ട്. എനിക്ക് സന്തോഷം എനിക്ക് നേരത്തെ അറിയായിരുന്നു തോക്കുന്നു. പിന്നെ അതേപോലത്തെ അഹംഭാവം പിടിച്ച കളിയായിരുന്നു. പിന്നെ ടോസ് കിട്ടിയിട്ട് പോലും തിരിച്ചങ്ങോട്ട് കൊടുത്തില്ലേ ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട്? അല്ല, അത് ചില സാന്ദർഭികമായ വശങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം. എന്റെ പൊന്നു സുഹൃത്തെ, കഴിഞ്ഞ ലോകകപ്പിനും വേൾഡ് കപ്പിന് ഫൈനലിൽ ഇവർക്ക് ടോസ് കിട്ടിയിട്ട് അവർക്ക് കൊടുത്താണ്. അപ്പൊ തന്നെ വിധി എഴുതി. ഞാനിത് സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ടിങ് പൊള്ളാച്ചിയിൽ നടക്കുമ്പോഴാണ് ഇതിന്റെ ഫൈനൽ മത്സരം. അപ്പൊ ഞങ്ങൾ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ബെറ്റ് കിട്ടിയാൽ ബെറ്റ് കെട്ടി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞാൻ തോക്കൂന്നും പറഞ്ഞു, ഒരു സ്ഥലത്ത് ജയിക്കൂന്നും പറഞ്ഞു. പിന്നെ എനിക്ക് ക്രിക്കറ്റ് കളി ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് ഒരു 25 ഓവർ ഇന്ത്യ എതിർ പാർട്ടിയുടെ കളിക്കുമ്പോൾ ഏതാണ്ട് ഒരു 25 ഓവർ കഴിയുമ്പോഴാണ് കളി കാണാൻ ഒരു ഇൻട്രസ്റ്റ്. അപ്പൊ ഇന്ത്യ തോക്കും എന്ന് നമ്മളെ ഉദ്ദേശിച്ച് നിൽക്കുമ്പോൾ ആ 25 ഓവറിൽ നിന്ന് പിന്നെ നമ്മളുടെ പ്രതീക്ഷ തട്ടി മാറ്റിയിട്ട് ഇന്ത്യ ജയിക്കുമ്പോൾ നമുക്കൊരു ആവേശം. പക്ഷെ മിക്ക കളികളിൽ അടുത്ത കാലത്ത് കണ്ടേക്കുന്ന ഒരു ആദ്യ അഹംഭാവം നിറഞ്ഞ കളിയാണ്. അത് കുറച്ച് കുഴപ്പങ്ങൾ ഒരുപാട് കുഴപ്പങ്ങൾ. കളിയോട് ആർക്കും സിൻസിയറിറ്റി ഇല്ല, മറ്റു പല കാര്യങ്ങളിലാണ്. അല്ല, മറ്റ് പലരും ഇന്ത്യ നമ്മൾ കേരളീയർക്കാർ പുകഴ്ത്തി വേണം എപ്പോഴും സംസാരിക്കാൻ. പുകഴ്ത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും അല്ല. സ്പിരിറ്റാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഇവിടെ പുകഴ്ത്തുന്ന. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നീട് നേരെ തല കിടക്കണം പാടും. അപ്പൊ തീർന്നല്ല, ബന്ധു പിൻവലിച്ചൂടെ? പിൻവലിക്കാം. ചെറിയ സംശയം, ഈ ഇൻസ്പെക്ടർ ഗ്രേഡിലെ ആ കള്ളൻ ഭയങ്കരമായിരുന്നു. സത്യത്തിൽ ആ സിനിമ കണ്ടപ്പോ സാറിനെ പിടിച്ച് രണ്ടങ്ങ്
തന്നാലെന്താന്ന് എനിക്ക് വരെ തോന്നിപ്പോയി. അത്രയ്ക്ക് കഥാപാത്രമായിട്ട് നീ പുറത്തേന്ന് പറയായിരുന്നു ഞാൻ. അങ്ങനെ നമുക്ക് കുറച്ച് കള്ളന്മാരായിട്ട് ബന്ധമുള്ളതാണ്. എന്തുള്ളണ്ടേ അത് ശരി. ഞാൻ എറണാകുളത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ കുറച്ച് കള്ളന്മാരായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് നമ്മള് ഒരു കഥാപാത്രം ചെയ്യുമ്പോ ആ കഥാപാത്രത്തിനോട് ഇഴുകി ചേർന്നല്ലോ. കുറച്ച് അവരുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നെ കണ്ടപ്പോ തന്നെ ഒരെണ്ണം തരാൻ തോന്നുന്നു. അതെ അതെ അത്രയ്ക്ക് ലക്ഷണം അതെന്നെ കണ്ടാലും തന്നെ തോന്നും. ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ എന്നെ കണ്ടാലും എന്റെ വായിലിരിപ്പ് കേട്ടാലും പക്ഷെ തോന്നും. ഞങ്ങൾക്കൊക്കെ ആദരവാണ് കേട്ടോ, ഞങ്ങൾക്ക് സ്നേഹമാണ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല.